ഇന്ന് കേരള നിയമസഭയിൽ ഉയർന്നു കേൾക്കുന്ന പ്രധാന വിഷയമാണ് പി എം ശ്രീ പദ്ധതിക്കെതിരെയുള്ള അടിയന്തര പ്രമേയമാണ് പ്രതിപക്ഷം ഇറക്കിയിട്ടുള്ളത്. അതിൽ ഉന്നയിച്ചിട്ടുള്ള ഒരു വാദമാണ് RSSന്റെ പെറ്റ് പ്രോജക്റ്റിനെ കേരളത്തിലേക്ക് കൊണ്ടുവരാനാണ് സതീശൻ ശ്രമിക്കുന്നത്. ഇത് അറബിക്കടലിൽ ഒഴുക്കി കളയുമെന്നല്ലേ താങ്കൾ പറഞ്ഞത്? ഇപ്പൊ എന്താ ഒഴുക്കുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം PM-ശ്രീ എന്താണെന്നുള്ളതാണ് പ്രശ്നം. എൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള അപേക്ഷ, എന്താണ് PM-ശ്രീ, എന്താണ് കേരളത്തിൻ്റെ NEP, എന്താണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി, എന്താണ് ഇത് കേരളത്തിലൊന്ന് ചർച്ച ചെയ്യട്ടെ, അസംബ്ലിയിൽ ചർച്ച ചെയ്യട്ടെ, പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യട്ടെ. ഇതിനകത്ത് ഏതെങ്കിലും സാധനം ഇന്ത്യ വിരുദ്ധമായിട്ടുണ്ടോ? ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് അന്യമത വിദ്വേഷം പരത്തുന്നതായിട്ടുണ്ടോ? അങ്ങനെ ഒന്നുമില്ലല്ലോ. ഈ PM-ശ്രീ പദ്ധതി എന്നൊക്കെ പറഞ്ഞാൽ PM-ശ്രീയുടെ പേരിലാണ് പദ്ധതി, അല്ലാണ്ട് നരേന്ദ്രമോദിയുടെ പേരിലല്ല. ഈ ഇത്തരത്തില് വിവരക്കേട് സംസാരിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ നിയമസഭാ സാമാജികന്മാർക്ക് പ്രത്യേകിച്ചൊരു വൈദഗ്ധ്യമുണ്ട്. അതിൽ ഏറ്റവും വലിയ പങ്കുവഹിക്കുന്നത് CPI-ക്കാരാ. നമ്മൾ പലപ്പോഴും സംസാരിക്കുന്ന പ്രസാദ് കണ്ടാൽ മാന്യനാന്നൊക്കെ പറയും. അങ്ങനെയുള്ള വേറെ ചില ആളുകളുണ്ട്, CPI-യുടെ ആളുകൾ. വിവരക്കേട് പറയുന്നതിൽ അവർക്ക് വലിയ പങ്ക് അവർ വഹിച്ചിട്ടുള്ളത്. ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഏറ്റവും വലിയ തടസ്സം നിൽക്കുന്നത് CPI ആണ്. അത് പുതിയ സംഭവമൊന്നുമല്ല. അതുകൊണ്ടാണ് ആദ്യകാലത്ത് CPI-യുടെ തുടക്കം തുടങ്ങിയിട്ട് എങ്ങനെയാണ്, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പിളർപ്പിന് ശേഷമുള്ള CPI-യുടെ നയപരിപാടികൾ മുഴുവൻ എങ്ങനെയാണ്. ഇപ്പോൾ അടിയന്തരാവസ്ഥ 51-ാം വർഷമാണ്. ഈ അടിയന്തരാവസ്ഥ 1947 ജൂൺ മാസം 25-ാം തീയതി, നാളേക്കാണ് അത് 51 വർഷവും. അന്ന് വൈകുന്നേരം രാത്രി 11:45 പ്രഖ്യാപിച്ചിട്ട് അടുത്ത ദിവസം ഇന്ദിരാഗാന്ധി വിളിക്കുന്ന ആരെന്നറിയാമോ? CPI-യുടെ നേതാവായിട്ടുള്ള C അച്യുതമേനോനാണ്. ആരാ C അച്യുതമേനോൻ ആരെന്നാ? അന്ന് കേരളത്തിന് മുഖ്യമന്ത്രി അയാളെ വിളിച്ചിട്ട് പറയുന്നത്, താങ്കൾ പോയിട്ട് അവിടെ റഷ്യയിൽ പോകണം, റഷ്യയിൽ പോയിട്ട് റഷ്യയുടെ അനുവാദം വാങ്ങിച്ചുകൊണ്ടിരണം. ഈ സാധാരണ പോസ്റ്റ്മാന്റെ പണിയില്ലേ, ആ പണി ചെയ്ത ആളാ C അച്യുതമേനോൻ. അന്തസ്സില്ലാതെ കണ്ട്, ആഭിജാത്യമില്ലാതെ കണ്ട്, ഈ നാടിന്റെ ജനങ്ങളോട് യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ലാതെ കണ്ട് C അച്യുതമേനോൻ എന്ന് പറയുന്ന മനുഷ്യൻ നേരെ സോവിയറ്റ് റഷ്യക്ക് പറക്കുന്നു. അവിടെ ചെല്ലുന്നു, അവിടുത്തെ സോവിയറ്റ് പ്രസിഡന്റിന്റെ കാൽക്കൽ സാഷ്ടാംഗം വീഴുന്നു, അവിടുത്തെ പാർട്ടി സെക്രട്ടറിയുടെ കാല് പിടിക്കുന്നു. അങ്ങനെ അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ പ്രഖ്യാപിക്കുന്നതിന് അനുവാദം വാങ്ങിച്ച് അത് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ മുമ്പിൽ, അവരുടെ മുമ്പിൽ സാഷ്ടാംഗം വീണ് അവിടെ സമർപ്പിക്കുന്ന ആളുടെ പേര് C അച്യുതമേനോൻ എന്ന് പറയുന്നത്. അയാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. 7 കൊല്ലക്കാലത്തോളം കേരളം ഭരിച്ചു. എങ്ങനെ കേരളം ഭരിച്ചത്? സാധാരണ ജനാധിപത്യത്തിൽ CPI-ക്ക് വല്ല വിശ്വാസമുണ്ടോ? ഇല്ലാന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഇല്ലാന്ന് പറയാനുള്ള കാരണം തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുകയാണ്. 1970-71 അധികാരത്തിലെത്തിയിരിക്കുന്ന ഈ മനുഷ്യൻ 75 ഇലക്ഷൻ നടത്തേണ്ടതാണ്. തെരഞ്ഞെടുപ്പ് നടത്തിയില്ല, 76 നടത്തിയില്ല, 77 നിർബന്ധിതമായിട്ട് കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്താണ് ഇയാൾ ഇലക്ഷൻ തയ്യാറാവുന്നത്. ആ ഇലക്ഷൻ ഇയാളെ മാറ്റിയിട്ട് അവിടെ K കരുണാകരൻ മുഖ്യമന്ത്രിയായി. അതുകൊണ്ടാണ് വൈലോപ്പിള്ളി ശ്രീധരൻ ഒരു കവിത എഴുതിയിരുന്നു, മിണ്ടുക മഹാമുനി എന്ന ആ കവിതയുടെ പേര്. എന്ത് ചോദിച്ചാലും ഈ പുള്ളി മിണ്ടൂല. ഒരു മൗനി ബാവയുടെ പണിയാണ് ഈ പുള്ളി എടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ C അച്യുതമേനെ കുറിച്ച് വൈലോപ്പിള്ളി ശ്രീധരൻ എഴുതിയിട്ടുള്ള കവിതയുടെ പേരാണ് മിണ്ടുക മഹാമുനി എന്നാണ് കവിതയുടെ പേര്. ഇതൊക്കെ കൊടുക്കാനുള്ള കാരണം CPI-യുടെ പല നേതാക്കന്മാരെ സംബന്ധിച്ചും അവർക്ക് ഈ നാടിന്റെ പുരോഗതി പ്രശ്നമേ അല്ല. അവർ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നില്ല. കളങ്കിതമായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് അവരിൽ പലരും ഉള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് PM-ശ്രീ പദ്ധതി എതിർക്കുന്നത്. എന്താ PM-ശ്രീ പദ്ധതി? അതിനകത്ത് ഏത് ഭാഗമാണ് കേരള ജനതയ്ക്ക് വിരുദ്ധമായിട്ടുള്ളത്? അതിന്റെ സിലബസ് ആരാ തീരുമാനിക്കുന്നത്? അതാത് സംസ്ഥാനങ്ങളാണ് തീരുമാനിക്കുന്നത്, അല്ലാതെ കേന്ദ്രമല്ല തീരുമാനിക്കുന്നത്. കേന്ദ്രം കൊടുക്കുന്ന സാമ്പത്തിക സഹായത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ബ്ലോക്കിലുള്ള 2 വിദ്യാലയങ്ങളെ PM-ശ്രീ പദ്ധതി പ്രകാരം പ്രത്യേകമായിട്ടുള്ള സാമ്പത്തിക സഹായം കൊടുത്തിട്ട് സംരക്ഷിക്കുന്നു. എന്തായാലും തെറ്റുള്ളത്? ഇവർ പറയുന്നുണ്ട് ഞങ്ങൾ മൊത്തം ആനയാണ്, ഇവിടുത്തെ വിദ്യാഭ്യാസം മുഴുവൻ ശരിയാണ്. 50 വിദ്യാർത്ഥികൾ തികച്ചില്ലാത്ത വിദ്യാലയങ്ങൾ എറണാകുളം ജില്ലയിൽ ഞാൻ വേണ്ടി കാണിച്ചു തരാമല്ലോ. എറണാകുളം ജില്ലയിൽ ഒരു മന്ത്രി എന്ന് പറയട്ടെ, 50 വിദ്യാർത്ഥികൾ തികച്ചില്ല, 6 അധ്യാപകരുണ്ട് ഈ പറയുന്ന സ്ഥാപനങ്ങളിൽ. അങ്ങനെയുള്ള എത്രയോ സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട്. 17 വിദ്യാർത്ഥികൾ മാത്രമുള്ള സ്ഥാപനങ്ങൾ എറണാകുളം ജില്ലയിലുണ്ട്. ഇതൊന്നും ഉയർത്താൻ വേണ്ടിയിട്ട് യാതൊരു പദ്ധതികളും കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് എടുക്കുന്നില്ല. മറിച്ച് അവർക്ക് തർക്കം മുഴുവൻ PM-ശ്രീ പദ്ധതിയോടാ. എന്നിട്ട് പറയും ഇത് മുഴുവൻ ഉത്തരേന്ത്യയിൽ നടപ്പിലാക്കുന്നതാണ്, കേരളത്തിൽ പറ്റില്ല. എന്തുകൊണ്ട് കേരളത്തിൽ പറ്റില്ല? ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. 1945 PN മണിക്കരുടെ നേതൃത്വത്തിൽ ഗ്രന്ഥശാല സംഘം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അമ്പലപ്പുഴയിലെ യോഗം ചേർന്നേ. ആ യോഗത്തിൽ പങ്കെടുക്കരുതെന്ന് പറഞ്ഞ വാറോല കൊടുത്താരാന്നറിയോ? കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരാ.
കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു അതിനകത്ത് സർ സി പി രാമസ്വാമിയേര് പങ്കെടുക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ പങ്കെടുക്കാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞ് വാറോല കൊടുത്ത ആളുകൾ കമ്മ്യൂണിസ്റ്റുകളാണ്. അവര് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് അവരെതിരായിരുന്നു. അത് കഴിഞ്ഞിട്ട് 1962 ചൈന ഇന്ത്യ ആക്രമിച്ചു. ആ സമയത്ത് സാക്ഷാൽ ഏലംകുളത്ത് മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ പ്രസ്താവന ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയാമോ? ഇന്ത്യയുടേതെന്നും ചൈന ചൈനയുടേതെന്നും പറയുന്ന സ്ഥലത്താണ് യുദ്ധം നടക്കുന്നത്. എന്ന് വെച്ചാൽ അയാൾ ഇന്ത്യക്കാരന്റെ കൂടെയല്ല. ഈ പറയുന്ന നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന ബ്രാഹ്മണിക്കൽ ഹെജുമണിയുടെ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ടിപ്പിക്കൽ എക്സാമ്പിളാണ് ശങ്കരൻ നമ്പൂതിരിപ്പാട്. വരേണ്യവർഗത്തിന്റെ നേതാവ്. നമ്പൂതിരിപ്പാടുമാരെന്ന് വരേണ്യവർഗമാണ്. ആ വരേണ്യവർഗത്തിന് നേതാവായിരിക്കുന്ന നമ്പൂതിരിപ്പാടാണ് ഈ പറയുന്ന ചൈനയുടെ പക്ഷം നിന്നത്. അന്ന് CPI-ക്കാർ ഇവരൊന്നിച്ചായിരുന്നില്ലേ? ഇവരാരും തള്ളി പറഞ്ഞില്ലല്ലോ. ഇവരൊക്കെ ആ തരത്തിൽ ഈ നാടിന്റെ വികസനം വരുന്ന സമയത്ത് എന്നും നാടിനെതിരായിട്ട് നിന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവർ സർ സി പി രാമസ്വാമിയെതിരായിട്ട് നിൽക്കാൻ കാരണം? കാരണം സർ സി പിയുടെ 11 കൊല്ലക്കാലത്തെ ഭരണം കൊണ്ട് കേരളത്തിലുണ്ടായിട്ട് തിരുവിതാംകൂറിലുണ്ടായിട്ടുള്ളത് 36 വൻകിട സ്ഥാപനങ്ങളാണ്. ടൈറ്റാനിയം സ്പോഞ്ച് കമ്പനി അടക്കം, പെരുമ്പാവൂരിലെ റയൻസ് അടക്കം, FACT കമ്പനി അടക്കം 36 വൻകിട സ്ഥാപനങ്ങൾ. ഇതിന് കമ്മ്യൂണിസ്റ്റുകാരന് പൊറുക്കാൻ പറ്റില്ല, സഹിക്കാൻ പറ്റില്ല. അവരതിന് തകിടം മറിക്കാനുള്ള പരിശ്രമം നടത്തും. അങ്ങനെ തകിടം മറിക്കാനായിട്ട് ഇന്ത്യാവിരുദ്ധമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളാണ്. ആ കമ്മ്യൂണിസ്റ്റുകളുടെ പ്രധാന പങ്ക് വഹിക്കുന്നത് CPI എന്ന് പറയുന്ന പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ അവർ സ്വാഭാവികമായിട്ട് അവരെതിരാണ്. അവർ PM ശ്രീ പദ്ധതിക്കെതിരാണ്, അവർ NEP-ക്ക് അവരെതിരാണ്. മറിച്ച് അവർ പറയുന്നത് നിങ്ങൾ സോവിയറ്റ് റഷ്യയിലേക്ക് നോക്കുന്ന എന്താ സോവിയറ്റ് റഷ്യയിൽ നടക്കുന്നത്? അവിടെ നടക്കുന്ന സ്റ്റാലിനെ പോലുള്ള ആളുകൾ 3 കൊല്ലക്കാലം കൊണ്ട് കൊലപ്പെടുത്തിയത് 2 കോടി ജനങ്ങളെയാണ്. ഇവരുടെ മറ്റു രാജ്യമായിരിക്കുന്ന ചൈനയുണ്ട്. ആ ചൈനയിൽ 3 കൊല്ലക്കാലം കൊണ്ട് 958 തുടങ്ങിയിട്ട് 61 വരെയുള്ള 3 വർഷക്കാലം കൊണ്ട് കൊന്നൊടുക്കിയത് 5.5 കോടി ജനങ്ങളെയാണ് നമ്പൂതിരിപ്പാടിന്റെ രാജ്യത്ത്. ഇപ്പൊ ഇതൊക്കെ തെളിവുകളുള്ളതല്ലേ? അപ്പൊ അങ്ങനെ അവരുദ്ദേശിക്കുന്ന വിദ്യാഭ്യാസ നയം, അവരുദ്ദേശിക്കുന്ന കാർഷിക നയം, ഇതെല്ലാം ഇന്ത്യ വിരുദ്ധം മാത്രമാണ്. ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞാലേ, നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിലെത്തുന്നതിന് മുമ്പായിട്ട് ഇന്ത്യയിലെ 70% ജനങ്ങൾക്ക് വീടില്ല. 50% ആളുകൾക്ക് വീടില്ല. 70% വീടുകളിൽ കക്കൂസില്ല. ഈ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടത് നരേന്ദ്രമോദിയാണ്. ഈ NEP പ്രഖ്യാപിക്കുന്ന അതേ സർക്കാരാണ് അതിന്റെ മുന്നോടിയായിട്ട് PM ശ്രീ പദ്ധതി നടപ്പാക്കണമെന്ന് പറയുന്ന അതേ സർക്കാരാണ് അതിന് മുന്നോടിയായിട്ട് പറയുന്നത് എല്ലാ വീടുകളിലും കക്കൂസ് വേണം, എല്ലാ പാവപ്പെട്ടനും വീടുകൾ വേണം. ഇവരെവിടെയായിരുന്നു? ഇവര് എത്ര കാലം CPM ഇന്ത്യ ഭരിച്ചു? അവർ മൻമോഹൻ സിംഗിന്റെ കൂടെ നിന്ന് ഇന്ത്യ ഭരിച്ചില്ലേ? അവർ സ്പീക്കറായിരുന്നില്ലേ സോമനാഥ് ചാറ്റർജി? അങ്ങനെയൊക്കെ അവർ ഭരിച്ചല്ലോ. CPI-ക്കാർ ഭരിച്ചല്ലോ. അവർ നേതാവ് എന്തായാലും പേര് ഹോം മിനിസ്റ്റർ ഇന്ദ്രജിത് ഗുപ്ത അല്ലേ? അങ്ങനെയുള്ള ആൾ ഹോം മിനിസ്റ്റർ ആയിരുന്നു. അവർ ഇന്ദിരാഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അവരും ഇന്ദിരാഗാന്ധിയും കൂടി ചേർന്നിട്ട് 1971 തുടങ്ങിയിട്ട് 77 വരെയും ഇന്ത്യ ഭരിച്ചല്ലോ. ആ സമയത്തൊന്നും ഇന്ത്യയിലെ പാവപ്പെട്ട കുടുംബമില്ലാത്ത, വീടുകളില്ലാത്ത, കക്കൂസില്ലാത്ത സാധാരണക്കാരെ കുറിച്ച് ഇവർ ചിന്തിച്ചില്ല. ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗത്ത് താറുമാറായിരുന്നു. 70% ജനങ്ങൾ നിരക്ഷരരായിരുന്നു. ആ നിരക്ഷരരായിരിക്കുന്ന ആ സ്ഥിതി മാറിയുന്ന ഇപ്പൊ ഇന്ത്യയില് 78% ആളുകൾ സാക്ഷരത നേടിയിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ. ഈ സാക്ഷരതയെ കുറിച്ചാണ് കമ്മ്യൂണിസ്റ്റുകാരന് എതിർപ്പുള്ളത്. അവർ ധരിക്കുന്നത് സോവിയറ്റ് റഷ്യ പോലെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മറ്റു കേന്ദ്രമായിരിക്കുന്ന ചൈനയെ പോലെ, ഹംഗറിയെ പോലെ, റുമാനിയെ പോലെ, പോളണ്ടിനെ പോലെ ഇന്ത്യയും സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും സാംസ്കാരികപരമായിട്ടും പിന്നോക്കം നിൽക്കണം. ഇതിവരുടെ ലക്ഷ്യമാണ്. ഞാൻ വേറെ ഇവർ ചോദിക്കട്ടെ, ഇപ്പൊ കേരളത്തിൽ തന്നെ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയുണ്ട്. എന്താ അതിന്റെ പേര്? പ്രിയദർശിനി എന്നാ പേര്. ആരാ പ്രിയദർശിനി? ആരാ? ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി ആരാ? അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സ്ത്രീയാണ്. 1.5 ലക്ഷത്തിലധികം വരുന്ന യുവാക്കന്മാരെ, 30 വയസ്സിൽ താഴെയുള്ള ആളുകളെ വന്ധ്യംകരിച്ച ഇന്ത്യ കണ്ട ഏറ്റവും നീചയായിട്ടുള്ള സ്ത്രീയുടെ പേരാ ഇന്ദിരാഗാന്ധി എന്ന്. ആ സ്ത്രീയുടെ പേരിലെ ഇവിടുത്തെ KSRTC കിട്ടത്, KSRTC യാത്ര കിട്ടത്. എവിടെയായിരുന്നു കമ്മ്യൂണിസ്റ്റുകാര്? ഇവരെയൊക്കെ വായില് വല്ല അണ്ണാക്കിൽ പിരിവിട്ടിരുന്ന സമയത്ത് അവരാരും മിണ്ടിയില്ലല്ലോ. ഈ പ്രസാദ് എവിടെ പോയിരുന്നു ആ സമയത്ത്? ഈ രാജൻ എവിടെ പോയിരുന്നു ആ സമയത്ത്? CPI-യുടെ ബിനോയ് വിശ്വം എവിടെ പോയിരുന്നു ആ സമയത്ത്? ഇന്ദിരാഗാന്ധിയുടെ കൂടെ നിന്ന് ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് വരുന്ന യുവാക്കന്മാരെ വന്ധീകരിച്ച പ്രസ്ഥാനത്തിന്റെ പേരാണ് CPI. എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ മൊത്തം 21 മാസക്കാലം കൊണ്ട് അവർ അറസ്റ്റ് ചെയ്ത് 1,76,000 പേരെയാണ്. 1,76,000 യുവാക്കളെ. അവർ ആവറേജ് പ്രായം 21 വയസ്സാണ്.
കേരളത്തിൽ 7,530 പേരാണ് ഇവർ അറസ്റ്റ് ചെയ്തത്. അവർ ആവറേജ് പ്രായം 19 വയസ്സാണ്. ഇതൊക്കെ CPI-ക്കാർ ചെയ്തതാ. അച്യുതമേനോൻ ചെയ്തതാണ്, CPI-ക്കാർ ചെയ്തതാണ്. അതിനൊന്നും യാതൊരു മടിയില്ലാതെ കണ്ട് ഇന്ന് എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കണം, വിദ്യാഭ്യാസത്തിന്റെ അജണ്ട സംസ്ഥാനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അത് പറയുന്ന സമയത്ത് അത് പറ്റൂല. ഇവരും കൂടി കുടിയിരുന്നിട്ടാണല്ലോ ശിവൻകുട്ടി തീരുമാനിച്ചത്. ശിവൻകുട്ടി ഇതിനകത്ത് ഒപ്പ് വെച്ച് അങ്ങനെയാണല്ലോ 100 കോടി റുപ്യ അതിൻ്റെ പേരിൽ വാങ്ങിച്ചല്ലോ. അതിന് കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് വിനിയോഗിച്ചില്ലേ? അങ്ങനെ സമസ്ത മേഖലകളെയും കേരളത്തെ തകർക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചിട്ടുള്ള പ്രസ്ഥാനത്തിന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അത് കാർഷിക രംഗത്തും വ്യവസായ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും സാമ്പത്തിക രംഗത്തും കേരളത്തെ മുച്ചൂടും പിടിച്ച ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ പേരാണ് കമ്മ്യൂണിസം. ആ കമ്മ്യൂണിസത്തിന്റെ വക്താക്കളാണ് CPM-ഉം CPI-യും. അവരിന്നിപ്പോ PM ശ്രീ എതിർക്കുന്ന പോലെ വലിയൊരു വാർത്തയല്ല. ഇവർ തന്നെ കയറി ഒപ്പിടാൻ വേണ്ടി തീരുമാനിച്ചതിന് ശേഷം ഉള്ള കാശൊക്കെ മേടിച്ച് പോക്കറ്റിലിട്ട് പുട്ടടിച്ചതിന് ശേഷം പറയുകയാണ് ഇനി PM ശ്രീ എങ്കിൽ നടപ്പിൽ വരുത്താൻ പറ്റില്ല, പണം വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞാന്നാണ് മറ്റേ ശിവൻകുട്ടി പറഞ്ഞത്. അല്ല, അന്ന് ഈ PM ശ്രീയിൽ ഒപ്പുവെക്കുന്ന സമയത്ത് എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് തോന്നിയില്ല ഇത് RSSന്റെ പെറ്റ് പ്രോജക്റ്റ് ആണെന്ന്? അല്ല, RSSന്റെ പെറ്റ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാല് RSSന് താല്പര്യം ഇന്ത്യയോടാണ് താല്പര്യം, മറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് താല്പര്യം ഇന്ത്യയോടല്ല. ഇന്ത്യ വിരുദ്ധരാണ് കമ്മ്യൂണിസ്റ്റുകാര്. ചൈനയ്ക്ക് വേണ്ടി ഇന്ത്യ ഒറ്റുകൊടുത്തവരാണ് കമ്മ്യൂണിസ്റ്റുകൾ. സോവിയറ്റ് റഷ്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവരാണ്, പോളണ്ടിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവരാണ്, റുമേനിയയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവരാണ്, ലെനിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവരാണ്, കാറൽ മാർക്സിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവരാണ്. മറിച്ച് RSS എന്ന് പറയുന്നതായിട്ടോ അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവരാണ്, ഇന്ത്യൻ ജനതയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും പെറ്റ് പ്രോജക്ട്സ് ഉണ്ടാകും. അത് കേന്ദ്ര സർക്കാരിനുണ്ട്, വേണ്ടി വന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിനുണ്ടാവും. അവർക്ക് ഇന്ത്യയുടെ ഏറ്റവും വളർച്ചയ്ക്ക് അനുഗുണമായിരിക്കുന്ന പരിപാടികൾ നടപ്പിൽ വരുത്തണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. ഇത് കമ്മ്യൂണിസ്റ്റുകാരനില്ല. അവർക്ക് ആകെ താല്പര്യം പണത്തിലാണ്. ഈ പണം മേടിച്ച് പുട്ടടിക്കാനുള്ള ശ്രമത്തിലാണ് CPM-കാരും CPI-ക്കാരും ഒക്കെയാണ്. അത് തന്നെയാണ് ഇന്നിപ്പോൾ നമ്മുടെ ഏകദേശം കോൺഗ്രസ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, ഞങ്ങളിതിൻ്റെ അകത്ത് അപകടമൊന്നും ഞങ്ങളല്ല ചെയ്യുക, ഞങ്ങളിതിനകത്തൊന്നും ചെയ്യാൻ വേണ്ടി തയ്യാറില്ല. കാരണം എന്താ, ലീഗുകാരാണ് ഇവരുടെ കൂടെ ഉള്ളത്. ലീഗുകാരാ? ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന സീതി സാഹിബ് എന്ന് പറയുന്ന ആളുടെ 1945 മഞ്ചേരിയിൽ നടന്ന പ്രസംഗം ഇവരുന്ന് പഠിക്കേണ്ടതാണ്. അതിനകത്ത് അയാൾ പറഞ്ഞെന്താ അറിയോ, ഇന്ത്യ വിഭജനം വരുന്ന സമയത്ത് ഇന്ത്യയിൽ കൂടുതൽ ഹിന്ദുക്കളാണ്, ആ ഹിന്ദുക്കളാവുന്ന സമയത്ത് ഇവിടെ ഹിന്ദുക്കളുടെ താല്പര്യമാണ് സംരക്ഷിക്കുക, അതുകൊണ്ട് ഞങ്ങൾ ഇന്ത്യ വിഭജനത്തിന് അനുകൂലമാണ്, ഞങ്ങൾ പാകിസ്ഥാനിൽ പോകാൻ വേണ്ടി തയ്യാറാണ് എന്ന് പറഞ്ഞത് കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള സീതി സാഹിബാണ്. ഈ കഥ ഞാൻ പറയുന്നത് എൻ്റെ സൃഷ്ടിയല്ല. കമ്മ്യൂണിസ്റ്റ് കേരളം എന്ന് പറയുന്ന ബാലകൃഷ്ണന്റെ ദേശാഭിമാനി ദിനപത്രത്തിന്റെ പത്രാധിപരായിരുന്ന ബാലകൃഷ്ണൻ എഴുതിയിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് കേരളം എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് നിന്ന് എൻ്റെ ബഹുമാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും കോൺഗ്രസ് നേതാക്കന്മാരും ആ പുസ്തകം ഒന്ന് വായിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇതിന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് കോൺഗ്രസ് പിന്തുണ കൊടുക്കുന്ന പട്ടംതാണ്ട് പിള്ളയുടെ മന്ത്രിസഭയിൽ സീതി സാഹിബിനെ സ്പീക്കറാക്കിയ സമയത്ത് അയാളോട് പറഞ്ഞ് അള്ളാഹുവിൻ്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റില്ല, ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യണം. സീതി സാഹിബ് അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്തു. അയാളോട് പറഞ്ഞു നിങ്ങൾ തൊപ്പി ഊരി വെക്കണം. അയാൾ തൊപ്പി ഊരി വെച്ചു. അങ്ങനെ തൊപ്പി വെച്ച് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 1960 പട്ടംതാണുള്ള കേരളത്തിന് മുഖ്യമന്ത്രിയായ സമയത്ത് കേരള നിയമസഭയുടെ സ്പീക്കറാക്കിയത് അത് കോൺഗ്രസ്സുകാരാണ്. ഇത് രണ്ടും ചരിത്രത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായമുള്ളത് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കളും ഒന്ന് ചരിത്രം പഠിക്കണം, അല്ലാതെ കണ്ട് RSSന്റെ മെക്കെട്ട് കയറാൻ വേണ്ടി പരിശ്രമിക്കുകയല്ല വേണ്ടെന്നാണ് ഇതിനെ സംബന്ധിക്കുന്ന എൻ്റെ അഭിപ്രായം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4N പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.